യോഹന്നാന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 14. Verses 18 and 19 വായിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. I will not leave you as orphans. I will come to you. After a little while the world will no longer see me, but you will see me, because I live, you will live also. ഞാൻ ഈ ന്യൂ ഇയറിൽ പറയാൻ വെച്ചിരുന്ന സന്ദേശം ഈ വാക്യത്തിൽ നിന്നാണ്. We do not know what will happen tomorrow. നമുക്കാർക്കും അറിയത്തില്ല. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, because he lives, I can face tomorrow. 2024-നേക്കാൾ എല്ലാം വേഴ്സ് ആയിരിക്കും. സ്പിരിച്വൽ അപ്പോസ്റ്റസി നടക്കും, പിന്മാറ്റക്കാർ കൂടി വരും, ആത്മീയ തളർച്ച നമ്മുടെ ഇടയിലുണ്ടാകും. പക്ഷേ കർത്താവിനോട് ബന്ധമുള്ളവർക്ക് പറയാൻ പറ്റും, ഇവിടെ സാക്ഷ്യം പറഞ്ഞ പോലെ, ഒരു കൾച്ചറും എന്നെ എഫക്റ്റ് ചെയ്യത്തില്ല. ഐ ക്യാൻ ഫേസ് ടുമാറോ ബിക്കോസ് മൈ ക്രൈസ്റ്റ് ഈസ് അലൈവ്. മനോഹരമായൊരു കോണ്ടെക്സ്റ്റാണ് ഈ വാക്യം. ഡിസൈപ്പിൾസിനോട് ജീസസ് പറയുകയാണ്, നിങ്ങൾ 14 മുതൽ വായിച്ചാൽ മതി. ഐ ആം ഗോയിങ് ടു ഹെവൻ, ഐ ആം ഗോയിങ് വിത്ത് മൈ ഫാദർ. ഡിസൈപ്പിൾസ് ചോദിക്കുകയാണ്, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റും? ദിസ് ഈസ് ദ ആൻസർ. 2024 നമ്മളെ വിട്ടു പോവുകയാണ്. 25 നമ്മൾ കയറുകയാണ്. കർത്താവേ, 25 എന്തൊക്കെ ഉണ്ടാകാം എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങൾക്കൊരു കർത്താവുണ്ട്. വി ഹാവ് എ ഗോഡ്, ഹി ഈസ് അലൈവ്. അതാണ് നമ്മുടെ ഉറപ്പ്. എന്തൊക്കെ വന്നാലും നമുക്കൊരു കർത്താവുണ്ട്. 18-ാമത്തെ വാക്യം പെട്ടെന്ന് 1-2 കാര്യം ഒന്ന് പറഞ്ഞു നിർത്താം. പാട്ടുകാർ 11:55 ആകുമ്പോൾ പറഞ്ഞു. 11:55 ആകുമ്പോൾ, ഞാൻ നിങ്ങളെ അനാഥരായി, ഐ വിൽ നോട്ട് ലീവ് യു ഓർഫൻസ്. ഇൻ അനദർ ട്രാൻസ്ലേഷൻ, ഐ വിൽ നോട്ട് ലീവ് യു കംഫർട്ട്ലെസ്. നെക്സ്റ്റ് വേഴ്സ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ, ഐ വിൽ കം ടു യു. ഡിസൈപ്പിൾസിനോട് യേശു പറയുകയാണ്, ഞാൻ പോവുകയാണ് പിതാവിൻ്റെ അടുക്കൽ. അപ്പോൾ കർത്താവ് പറയുകയാണ് അടുത്തത്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയല്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ എന്ത് ചെയ്യും? 3 meaning in that verse. Verse 18, I will come to you, meaning I will come to you after my resurrection. I will come to you after my ascension in the form of the Holy Spirit. Third, one day I will come to you to take you away from here, and we will go together to the Father's house. That is the 3 meaning of that passage. Verse 19, കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ, after a little while the world will no longer see me. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ കാണും, ലോകം എന്നെ എന്ത് ചെയ്യല. അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഭൂമിയിലുണ്ടായിട്ടും he only appeared to disciples and apostles and his brethren. മനസ്സിലാവുന്നോ? He never revealed his resurrected body before Pilate or any other politicians or any other religious leaders. That is the meaning. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ ഈ 2000 വർഷമായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അന്ന് അവർ നേരിൽ കണ്ടു. ഇന്ന് നമ്മൾ വിശ്വാസത്താൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ.
2025 നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ വിശ്വാസ കണ്ണാൽ ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. 2024 കണ്ട് എന്നെ കരം പിടിച്ചവൻ 2025 തൻ്റെ ഹിതം പോലെ എൻ്റെ കരം പിടിക്കും. സ്തോത്രം. അവിടെ ഫൈനലി അതാണ് ഞാൻ പറയാൻ വെച്ചിരുന്ന വാക്യം. ബിക്കോസ് ഐ ലീവ് യു വിൽ ലീവ് ഓൾസോ. ഡിസൈപ്പിൾസ് പറയാണ്, നീ പോവാണ് ഞങ്ങൾ എങ്ങനെ? നമ്മളും അങ്ങനെ പറയുന്നത്. കർത്താവേ, കലണ്ടറിലെ ഡേറ്റ് മാത്രമേ മാറുന്നുള്ളൂ, പക്ഷെ സാഹചര്യം ഒന്നും എന്ത് ചെയ്യുന്നില്ല. ആൻസർ, ബിക്കോസ് ഹി ലീവ് ഐ ലീവ് ഓൾസോ. ഞാനും ജീവിക്കും. എന്തുകൊണ്ട്? 4 കാര്യം. 1, നാളെ എന്തുകൊണ്ട് ജീവിക്കാം? വി നോ എ ഗോഡ്, ഹീ ഈസ് എ ലൈഫ്. രോഗം വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, കഷ്ടം വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, മരണം സംഭവിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്കൊരു കാര്യം അറിയാം, എനിക്കൊരു കർത്താവുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല, പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, അവൻ്റെ കഴിവിലും സ്വഭാവത്തിലും സ്നേഹത്തിലും ഒരിക്കലും മാറ്റമില്ലാത്ത ഹീ ഈസ് സെയിം ഫോർ യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഹീ ഈസ് ദെയർ. അതാണ് എൻ്റെ ഉറപ്പ്. മലയാളത്തിൽ മനോഹരമായൊരു പാട്ടുണ്ട്, എനിക്ക് യേശുവുണ്ടീ മരുവിൽ. സഭയൊന്ന് ഏതെന്ന് പറയാമോ? എനിക്ക് യേശുവുണ്ടീ മരുവിൽ. ഗീതം ഗീതം ജയ ജയ ഗീതം എന്ന പാട്ട് എഴുതിയതിൻ്റെ കോൺടെക്സ്റ്റ് എന്താണെന്നറിയാമോ? MP ചെറിയാൻ സാറ് വളരെ വേല ചെയ്തിട്ടും റിസൾട്ട് ഉണ്ടാകാതെ വന്നപ്പം തന്നെ അങ്ങോട്ട് പറഞ്ഞയച്ച ആ മിഷൻ സംഘടനയ്ക്ക് ലെറ്റർ എഴുതി, വളരെ കഷ്ടപ്പാടാണ് ജീവിതം, എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേല. അന്നേരം സായിപ്പ് തിരിച്ചെഴുതി, നിന്നെ വേലയ്ക്ക് വിളിച്ചയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? നിന്നെ വേലയ്ക്ക് വിളിച്ചയാൾ ഇപ്പോഴും. അന്ന് എഴുതിയ പാട്ടാണ് എൻ്റെ ഗീതം ഗീതം ജയ ജയ ഗീതം. അടുത്ത ലൈൻ, ഉലകമഹാന്മാർ അകലൊരു ഒരുപോലെ ഉറങ്ങുന്ന കല്ലറയിൽ നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നു. ഈ മരുഭൂമിയിലും നമുക്കൊരു കർത്താവുണ്ട്. 2, എന്തുകൊണ്ട് ഫേസ് ചെയ്യാൻ 2025? ഞാൻ പോയാൽ ഐ വിൽ സെൻഡ് another comforter. Do you know what is the meaning of that another? The same kind. We are exactly same. That is the meaning. Another kind. ഇന്ന് കർത്താവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും, but we have the experiential knowledge of the Holy Spirit. 2025 വിശ്വാസത്താൽ നമ്മൾ കർത്താവിനെ കാണുന്നു. ആ കാര്യസ്ഥൻ എന്ന വാക്കിൻ്റെ സിമ്പിൾ മീനിങ് എന്നറിയാമോ? വൺ ഹു സ്റ്റാൻഡ് ബൈ അവർ സൈഡ്. എനിക്ക് തന്നെ നടക്കാൻ കഴിയാതിരിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ പരിശുദ്ധാത്മാവെന്ന കംഫർട്ടർ 2025 എൻ്റെ കൂടെയുണ്ട്. സോ ഐ ക്യാൻ ലീവ് ടുമോറോ. 3, മനോഹരമായ വാക്യം, Hebrews 7:25. താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് പ്രാപ്തനാകുന്നു. എന്തുകൊണ്ട് നാളെ ജീവിക്കാം? ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എന്നെ നിത്യതയിലെത്തിക്കാൻ എനിക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന ഒരുവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി അടുത്ത വർഷത്തിലേക്ക് നമുക്ക് കയറാം. ഒരു കർത്താവുണ്ട്, ഒരു കംഫർട്ടറുണ്ട്, ഒരു അഡ്വക്കറ്റ് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും. അതുകൊണ്ട് മാത്രമല്ല പറഞ്ഞു, ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ലിസൺ ടു മീ 2 മിനിറ്റോടെ പറഞ്ഞിട്ട് നിർത്തത്തുള്ളൂ. ലിസൺ ടു മീ. നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇന്നലെ കർത്താവ് ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ആളുകളെല്ലാം വന്ന് കർത്താവിനോട് പറഞ്ഞു, മകനെ സൗഖ്യമാക്കണം, മകളെ ഉയർപ്പിക്കണം. ഇന്ന് കർത്താവ് ഭൂമിയിലില്ല. കർത്താവിനോട് പറയാൻ we have a provision of prayer, right? നമുക്ക് അന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന ആളുകൾ പറഞ്ഞ പോലെ നമുക്കിന്ന് മുട്ടയിലിരുന്ന് കർത്താവിനോട് പറയാം. അതുകൊണ്ട് he lives, I can also live. 4 കാര്യം കിട്ടിയോ? We have a God.
സെയിങ് കംഫർട്ടർ. വി ഹാവ് എൻ അഡ്വക്കേറ്റ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ആവശ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഹാഫ് ഓഫ് us. 4, നമ്മുടെ കാര്യം പറയാൻ വി ഹാവ് എ പ്രൊവിഷൻ ഓഫ് പ്രയർ. 2025 ഫേസ് ചെയ്യാമല്ലോ. ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ലാസ്റ്റ് 2 ആഴ്ച 2-3 ആഴ്ച മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. ദ 70 റെസൊല്യൂഷൻ ഓഫ് ജോനാഥൻ എഡ്വേർഡ്സ്. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് വന്ന ഒരു മുഖാന്തരം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാനിത് ഇന്ന് നോട്ട് ചെയ്തൊരു കാര്യമാണ്. At the age of 17, he penned 70 resolution. The first one, I will live for God. That was his first resolution. നമുക്ക് എഴുതാം 2025, I will live for God. The second resolution, if no one else does, I still will. മറക്കത്തില്ലല്ലോ ഈ വർഷം. I will live for God in 2025. If no one else does, I still will. കർത്താവ് സഹായിക്കട്ടെ. Because he live, I can face tomorrow. ഒരു കർത്താവുണ്ട്, ജീവിക്കാം. ഒരു കംഫർട്ടറുണ്ട്, എന്നെ സഹായിക്കാൻ എൻ്റെ അരികിൽ ജീവിക്കാം. എനിക്ക് വേണ്ടി കർത്താവ് അവിടെ ഇരിപ്പുണ്ട്, പക്ഷപാതം ചെയ്യാൻ ജീവിക്കാം. എൻ്റെ ആവശ്യം കർത്താവിനോട് പറയാൻ പ്രാർത്ഥന എന്ന പ്രൊവിഷനുണ്ട്, ജീവിക്കാം. എനിക്ക് യേശുവുണ്ടീ മരുവിൽ. കരമോർത്ത് കർത്താവിനെ സ്തുതിക്കാമോ? ആര് ജീവിച്ചാലില്ലേലും ഞാൻ എൻ്റെ കർത്താവിനായിട്ട് ജീവിക്കും. എഴുന്നേറ്റ് നിൽക്കാം, ഒരു പാട്ട് പാടി കണ്ണടച്ച് പ്രാർത്ഥിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.